ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു പഴച്ചെടി തോട്ടം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് ആട്ടോ. നമ്മൾ ഇവിടുത്തെ മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് വീഡിയോ ആണ്, എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് ശേഷം ഇനി ഞാനൊരു അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുക ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം 2 വർഷത്തിനൊക്കെ ശേഷമാവും. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ നമ്മൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലൊരു 23 ടൈപ്പ് ഫലവൃക്ഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 23 ടൈപ്പ് ഫലവൃക്ഷങ്ങളുണ്ട്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതാണ് ഈ ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം. പിന്നെ ഇതിലൊക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ വെസ്റ്റേൺ ചെറിയാണ്, മുൻപ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് നശിച്ചു പോയതാണ്, റീസെറ്റ് ചെയ്തു. ബറാബ, പിന്നെ ഇതൊക്കെ നമ്മളെ ചുവന്ന നെല്ലി, ഓൾ സീസൺ മാവ്, പിന്നെ ഇത് ഞാവൽ, പേര, തൈവാൻ റെഡ് പേര, വയലറ്റ് പേര, ഇതൊക്കെ നമ്മളെ വെരിഗേറ്റഡ് പേരൊക്കെ കായ്ച്ചിട്ട് കുറേ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഞാവൽ പേര, ബനാന സപ്പോട്ട, അത് കിലോ പേര, ഇത് പാകിസ്ഥാൻ ലോങ് മൾബറി, ഇത് നമ്മളെ ജബോട്ടിക്കാവ, സറാബ തോന്നുന്നു, സീഡ്ലെസ് ലെമണ്, ചാമ്പ, ഇതെപ്പോഴും കായ്ച്ചിരിക്കണ കാണാം. നമ്മളെ ഇത് നമ്മളെന്താ പറയുക, ഇളന്തപ്പഴം, വെരിഗേറ്റഡ് സപ്പോട്ട, ഇത് നമ്മളെ ബോസഫാമിൽ നിന്ന് പറഞ്ഞ ഓറഞ്ച്, ഇത് ബ്ലൂബെറി കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ കായ്ക്കും. ഇതൊക്കെ പിന്നെ നമ്മൾ ഇരുമ്പമ്പുളി നമ്മൾ കോഴിക്കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ അവിടെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ തൽക്കാലം കവറിലാക്കിയൊക്കെയാണ്. ഇരുമ്പമ്പുളി ഉണ്ട്, അത് അരിനെല്ലി, അതാണ്. ഇത് മൾബറി, ഇത് സാധാ മൾബറി കേട്ടോ. ഇത് നോക്കിയേ എപ്പോഴും നല്ല കായ്ച്ചു നിൽക്കുന്നതുകൊണ്ട് വെച്ചതാണ്. ഈ മൾബറി നമ്മളെ വീട്ടിൽ പഴുത്ത നല്ല ചുവന്ന കളറും കറുപ്പ് കളറൊക്കെ ആവും. ഒരു നൈസ് പുളിയാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടില്ലേ. മൾബറി, ഇത് സാധാ മൾബറി, ഇത് വലുതാവണം കേട്ടോ. പാകിസ്ഥാൻ ലോങ് മൾബറിയാണ്. പിന്നെ ഇത് റെഡ് ലേഡി പപ്പായയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ പറയാം, കോഴിക്കോടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളായിട്ട് പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ, അതായത് നമ്മുടെ ഈ ഒരു ഏകദേശം നമുക്ക് 33 സെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ പീജേൺസും പൗൾട്രി ഫിഷേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ടോട്ടലി 50 സെൻറ്റിന് മുകളിലുണ്ട്. അതിൽ 33 സെൻറ്റാണ് ഇപ്പോൾ യൂസേജ് ഉള്ളത്. ഈ ഒരു ഏരിയ കണക്ക് കൂട്ടിയാൽ മതി. ഇതിൻ്റെ ബാക്കിലെ ഏരിയയാണ് ബാക്കി വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ പൗൾട്രി ഉണ്ട്, നമ്മൾ ഫിഷസിൻ്റെ ഏരിയ, പെറ്റ്സ്, പീജിയൻസ്, പിന്നെ നമ്മളെ വീടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്ര ഏരിയയിൽ നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു 23 വെറൈറ്റി ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ തെങ്ങും കഴുങ്ങും പിന്നെ മാവുകളും ഒക്കെ കൂടി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 50 വെറൈറ്റിയോളം ഉണ്ട്. അതിൽ തന്നെ ഒരു 7 വെറൈറ്റി നമുക്ക് മാവുകളുണ്ട്. പിന്നെ 6 വെറൈറ്റി മാവുകളുണ്ട്. പ്രിയൂര്, സിന്ദൂരം, മൂവാണ്ടം, പിന്നെ ഇത് ഓൾ സീസൺ. പിന്നെ ഒരു 2 മാവ് ഞാൻ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹിന്ദി പേരാണ്, ഞാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ പേര നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഒരു 5 ടൈപ്പ് പേരുണ്ട്. വെരിഗേറ്റഡ്, കിലോ പേര, പിന്നെ അതേപോലെ തന്നെ സ്ട്രോബെറി പേരുണ്ട് അവിടെ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആയിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഏകദേശം 50ഓളം ഫലവൃക്ഷങ്ങളുണ്ട് കേട്ടോ. അതിലിപ്പോൾ നമ്മളെ ഈ ഒരു സപ്പോർട്ട് എല്ലാം ഉൾപ്പെടും. എന്തായാലും ഇനിയും കുറച്ച് സാധനങ്ങൾ നമുക്ക് ഓൾറെഡി കോഴിക്കോടിൻ്റെ ഉള്ളിൽ ഒരു 2 കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ വേറൊരു സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇനിയും നമുക്ക് സാധനങ്ങൾ കയറ്റാനുണ്ട്. അത് ഞാൻ അതിലിടക്ക് കയറ്റിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ കൊണ്ടുവരണതും കുഴിച്ചിടുന്നതും ഇതിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മലേഷ്യൻ റെഡ്, സൂപ്പർ റെഡ്, മെക്സിക്കൻ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണിത്. കാരണം ഏറ്റവും സാധാരണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഹൈബ്രിഡ് വൈറ്റ്. ഇത് മെക്സിക്കൻ വൈറ്റ് എന്ന് പറയും, ഹൈബ്രിഡ് വൈറ്റ് എന്ന് പറയും, അങ്ങനത്തെ ഒരു വെറൈറ്റിയാണിത്. ഇത് ലിസാ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് സ്പെയിൻ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ കുരുമുളക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ തന്നെ. ഇത് ഫുള്ള് കരിമുണ്ടയാണ്, നാടൻ കുരുമുളകാണ്. അപ്പോൾ ഇനി ഹൈബ്രിഡ് ആയിട്ടുള്ള കൂമ്പക്കൽ പോലുള്ളത് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു അപ്ഡേറ്റ്, ഫൈനൽ അപ്ഡേറ്റ് അറ്റ് ദി പോയിന്റ് വരുന്നത് കേട്ടോ. ഇനി എന്തായാലും ഇപ്പോൾ അടുത്ത് പുതിയ ചെടികളൊന്നും കൊണ്ടുവരാനുള്ള പ്ലാനില്ല. ഇനി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഈ ഒരു തരം പ്രാണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തരം ഒരു വണ്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു നഴ്സറിയിൽ നിന്നും അവിടെ ഒരു ഇൻഫോർമേഷൻ തന്നപ്പോൾ 1-2 ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും
ഓർഗാനിക് പെസ്റ്റിസൈഡ് ആട്ടോ നമ്മളിവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രാണിയുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയെന്ന് പറയാൻ പറ്റില്ല, ഇതിൽ പ്രധാനമായിട്ടും ഈ ഹോളോപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് നമ്മളെ മലബാർ ഗാർഡൻസിലെ റഷീദൊക്കെ സജസ്റ്റ് ചെയ്ത സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാ സംവിധാനങ്ങളായിട്ടാണ് വരിക. ഒന്ന് കുലുക്കെ ഈ ഒരു നമ്മൾക്ക് സ്പ്രെയറിനുള്ള സംവിധാനം ഫിറ്റ് ചെയ്യുക, നേരെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിവസം ഒരു നേരം, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം ഇതിൽ കണ്ടില്ല ആ വെള്ളി ഈച്ച എന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഒരു ആ ഈച്ചക്ക് ഒരു വെള്ളിയുടെ ഒരു സിൽവറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു തെളിച്ചുണ്ടായിരുന്നു അതിന്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേര് വെള്ളീച്ച എന്നായിരിക്കും ലോക്കലി പറയണത്. അപ്പോൾ എന്തായാലും സംഭവം വളരെ യൂസ്ഫുള്ളാട്ടാ. ഇത് യൂസ് ചെയ്ത പിറ്റേ ദിവസം മുതൽ സാധനം കാണാമല്ലോ, ഒരൊറ്റ ദിവസമാണ് നമ്മളിത് യൂസ് ചെയ്തുള്ളൂ. കാരണം ഇത് ഇപ്പോൾ ഇത്രയും ചെടികൾ ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നില്ല അന്ന്, ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇത് കഴിഞ്ഞു, ഒരു ബോട്ടിൽ കഴിഞ്ഞു. ഏകദേശം 150 രൂപയാണ് ഇതൊരു ബോട്ടിൽ നമുക്ക് ചാർജ് ആയത്. അപ്പോൾ ഇത് കഴിഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം ഇത് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മുടെ ബോസം ഫാമർ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു അഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ തന്നു കിട്ടാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായി. ചിലപ്പോൾ ഇതും ഓർഗാനിക് സാധനമാണ്. അപ്പോൾ ഇത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററിൽ ഈ എഴുതിയിട്ടുണ്ട് ഇവിടെ, 1 ലിറ്ററിൽ 15 ml മിക്സ് ചെയ്തിട്ട് ഇതും നമ്മൾ തളിച്ചു കൊടുത്തു. പിറ്റേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തളിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ആ ഒരു പ്രശ്നം വന്നില്ല, ആ ഒരു ഈച്ച കണ്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ പുതിയ തൈകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് പുതിയത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനൊന്നും കൂടി മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുക. നമ്മൾ ആ സീഡ്ലെസ് ലെമൻ്റെ ആ ഒരു കൂമ്പൊക്കെ നല്ലപോലെ പൊടിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ അവർ തിന്നതായിരുന്നു ഈ സൈഡിലൊക്കെ, ഫുള്ള് തിന്ന് നശിപ്പിച്ചപ്പോൾ രണ്ടാമത് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഇത് യൂസ് ചെയ്തു. ഇതൊരു 2-3 ദിവസം വരെയൊക്കെ ഞാൻ അടിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല സാധനം. പിന്നെ വന്നിട്ടില്ല, ഇനി നമുക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ മലബാർ ഗാർഡൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്, എന്തെങ്കിലും ഒരു എമർജൻസിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ ഓർഗാനിക് ആട്ടോ. ഇത് ഈ പുകയില കഷായമാണ്. ഇത് ഈ പറഞ്ഞ പോലെ 1 ലിറ്ററിൽ 25 ml ഒഴിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ സെറ്റാകും. ഇതൊരു എമർജൻസിക്ക് വാങ്ങിച്ച് വെച്ചാണ്, ഇനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് പൊട്ടിച്ച് കഴിക്കണില്ല. അപ്പോൾ ഓർഗാനിക് സാധനങ്ങളെ യൂസ് ചെയ്യണം. ഇത് ഇതിൻ്റെ ഇപ്പോൾ ഈ ചില കണ്ടില്ലേ ഈ ഒരു മഞ്ഞപ്പ്, ഇതിനൊക്കെ ഒരു മഞ്ഞപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെടികൾ മൊത്തത്തിലൊരു ഗ്രീനിഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഓർഗാനിക്കാട്ടോ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തതെല്ലാം, ഇപ്പോൾ പെസ്റ്റിസൈഡ് ആണെങ്കിലും വളങ്ങളാണെങ്കിലൊക്കെ ഫുള്ള് ജൈവമായിട്ടുള്ള ഓർഗാനിക് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യ ഘട്ട വളമിടലിൻ്റെ ആവശ്യം വരില്ല. കാരണം ഓൾറെഡി അത്യാവശ്യം സെറ്റായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം എല്ലാം നമ്മൾ ആ ഫാമിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് അതിനൊക്കെ കംപ്ലീറ്റ് വളമാണ്. ഇനി ഒരു മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യഘട്ട വളമിടൽ നമുക്ക് ചെയ്യണം. നല്ല രീതിയിൽ വളമിട്ട് നോക്കിയാൽ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുള്ളൂ. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നാണ് പിടിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ പ്രാണികളും ഈച്ചകളും ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പെസ്റ്റിസൈഡുകൾ ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വളങ്ങളും പ്രോപ്പറാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പഴത്തോട്ടങ്ങളുടെ അപ്ഡേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 23 വെറൈറ്റി ഇതിലുണ്ട്. പിന്നെ ടോട്ടൽ നമുക്ക് ഏകദേശം 50ഓളം വെറൈറ്റി തെങ്ങും കഴുങ്ങൊക്കെ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ് ഇനി ഒരു വർഷം 2 വർഷമൊക്കെ ഉണ്ട് കാണാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇടുന്നുണ്ട് ഇതിൽ ഫലങ്ങൾ ഉണ്ടാവണതും ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ ഇടയ്ക്ക് ഞാൻ ഷോർട്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ.